Hi guys, good morning. Welcome to another beautiful video. അപ്പം ഞാൻ ട്രൈപ്പോയിഡ് ഒന്നും വെച്ച് വീഡിയോ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ട്രൈപ്പോയിഡ് എൻ്റെ ബ്രദറിൻ്റെ റൂമിലാണ്. ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഉറങ്ങുന്ന ആളെ പോയി എണീപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി പിടിച്ച് വീഡിയോ എടുക്കുന്നത്. വേറെ എവിടെയല്ല, എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് മീറ്റുമായി താമര. ഇതെന്നാ ഉണ്ടായി വരിക അറിയില്ല. അതൊന്നും അല്ലല്ലോ വിഷയം. അങ്ങനെ ഫൈനലി ബിഗ് ബോസ് സീസൺ 8 ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ടി വി പേഴ്സൺ അല്ല. ഞാൻ എപ്പോഴും ഫോണാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഐപാഡ്, ലാപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലും കാണുക. ടി വി കാണൽ വളരെ കുറവാണ്, വളരെ കുറവ്. ഈവൻ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഷോസ് ഉണ്ടെങ്കിലാണ് ഞാൻ കാണുക. പക്ഷെ ടി വി കുറച്ചെങ്കിലും ഞാൻ കണ്ടു തുടങ്ങുന്നത് ഈ ബിഗ് ബോസ് വരുന്ന സമയത്താണ്. അത് ഈവൻ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പം എൻ്റെ ബ്രദറാണെങ്കിലും ഈ രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് അവൻ ടി വി ഇട്ടിരുന്നാണ് കഴിക്കൽ, രാവിലെ ഒരു ടൈമിൽ. പിന്നെ ചിലപ്പോൾ ഉച്ചയ്ക്കും ചോറ് കഴിക്കുന്ന സമയത്ത് ആൾ ടി വി ഇടുന്നതാണ്. ഞാൻ രാവിലെ ചായൻ്റെ സമയത്താണെങ്കിലും ചോറിൻ്റെ സമയത്താണെങ്കിലും ഞാൻ കുറച്ചും കൂടെ ഫോണാണ്. കാരണം ഞാൻ വളരെ സ്പീഡിൽ ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ടി വി തുറന്ന് ഞെക്കി അത് വരുമ്പോഴേക്ക് ഒരു 2-3 വായിൽ ഞാൻ എൻ്റെ ഫുഡ് വേഗം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ടി വി പേഴ്സൺ അല്ല. പക്ഷേ ബിഗ് ബോസ് ഷോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വർത്താനൊന്നുമില്ല, ഞാൻ ഫുൾ ടൈം ടി വി തന്നെയാണ്, ടി വി കണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറഞ്ഞു ബിഗ് ബോസ് വരാൻ പോകുകയെന്ന്. അപ്പോൾ ഒരു മാഡത്തിന് ഈ പ്രാന്തുണ്ടോ? ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഷീജേസിൻ്റെ അടുത്ത് പറഞ്ഞു ബിഗ് ബോസ് തുടങ്ങാൻ പോകണോ. ഇനി തുടങ്ങി, അവൾ ഫുള്ള് ബിഗ് ബോസിലാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്ക്ലെയിമർ ആയിട്ട് ഒരു കാര്യം പറയാം. എനിക്കറിയാം ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്ന് ഇടാൻ പോകുന്നത് എപ്പിസോഡ് നമ്പർ 2 ആയിരിക്കും. ഞാനത് ചെയ്യുന്നില്ല. കാരണം 2 റീസൺ ഉണ്ട്. പ്രൈമറി റീസൺ, ഫസ്റ്റ് ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ വർക്കിന് പോകുന്നത്. ഇന്നിപ്പോൾ സൺഡേ ആണ്, ഇന്ന് എനിക്കൊരു വർക്കിംഗ് ഡേ ആണ്. ഞാൻ വർക്കിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി സെറ്റായിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ഈ രാത്രി 12 മണിക്കൊക്കെ ഹോട്ട്സ്റ്റാറിലിരുന്ന് കണ്ട് ഷൂട്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് അപ്ലോഡ് ചെയ്ത് പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. എക്സ്ക്യൂസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഒരു വർക്കിംഗ് വുമൺ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടി ഞാൻ ചെയ്തേനെ. പിന്നെ അതുകൊണ്ട് തന്നെ അത് നടക്കില്ല. പിന്നെ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയാൽ വേറെ ഏതെങ്കിലും കോണ്ടൻറ്റ് ചെയ്ത് രാത്രി എപ്പിസോഡ് വരുമ്പോൾ രാത്രി എപ്പിസോഡ് ഇരുന്ന് കാണും. കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ പറയും. അപ്പം അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാനിരുന്ന എപ്പിസോഡ് കണ്ടു, അതിൻ്റെ ഒരു റിവ്യൂ. ഓക്കെ, എൻ്റെ ഒരു ഓവറോൾ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, അഗ്നി പരീക്ഷ അവിടെ കിടക്കട്ടെ. അതിന് മുമ്പ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എനിക്കെപ്പോഴും ബിഗ് ബോസിൻ്റെ ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നത് തന്നെയാണ് ഇഷ്ടം. ആ ഒരു കണ്ടസ്റ്റൻസ്, ഓരോ കണ്ടസ്റ്റൻറ്റും അവരുടെ ഒരു പെർഫോമൻസ്, പിന്നെ അവരുടെ ആ ഒരു സാധനമല്ലേ, ഞാൻ അങ്ങനെയാണ് ഇത്രയും ഉള്ള സീസണുകൾ കണ്ടത്. അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് കുറേ ആൾക്കാർ അതിൻ്റെ ഗെയിംസ് അത് ഇത് എന്ന് പറഞ്ഞപ്പം ഐ ഫെൽറ്റ് എ കൈൻഡ് ഓഫ് വിയേർഡ്. അതിന് കോമണേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. എന്നാലും നമ്മൾ പൊതുവേ ബിഗ് ബോസിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ലോഞ്ചിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കണ്ട ഒരു സാധനം ഉണ്ടല്ലോ അത്. രണ്ടാമത്തെ ഒരു സാധനം, ഞാൻ ആ മ്യൂസിക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ബിഗ് ബോസിൻ്റെ ആ ഒരു മ്യൂസിക് ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. അതിന് മുമ്പൊക്കെ വരുന്നത് ബാക്കിയുള്ള കുറേ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മ്യൂസിക്, ആ ഒരു സൗണ്ടൊക്കെയാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ബിഗ് ബോസ് ആക്കുന്നത്. അത് രണ്ടും ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രൈമറി ഒപ്പീനിയൻ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം അബൌട്ട് റെനീഷ. അഗ്നി പരീക്ഷ, 40 ആൾക്കാർ, ജഡ്ജസ്, ഇതാണല്ലോ നടന്നത്. ഇന്നലെ നടന്ന ബേസിക് എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ, 40 കോമണേഴ്സ് അവരെ സെലക്ട് ചെയ്തെടുക്കണം. അതിൽ നിന്ന് അതിൻ്റെ കുറേ ടാസ്ക്. അപ്പം റെനീഷ ഓഫ് കോഴ്സ് എനർജറ്റിക് ആണ്, കോപ്പറേറ്റീവാണ്, ചിരിപ്പിക്കുന്നുണ്ട്, എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതായ രീതിയിൽ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ആംഗിളിൽ എനിക്കെന്തോ ഒരു ബിഗ് ബോസ് ആങ്കർ മെറ്റീരിയലായിട്ട് എനിക്ക് ഓഫ് കോഴ്സ് റെനീഷേനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. മേ ബി ഇറ്റ്സ് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നിയോ എന്ന് എനിക്കറിയില്ല. ചെയ്യുന്നുണ്ട് കേട്ടോ ആളിത് പെർഫെക്റ്റായി, ഭയങ്കര എനർജറ്റിക്കായി, അടിപൊളിയായി സംസാരിച്ചൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. ആളുടെ ബെസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു എന്തോ ഒരു സാധനം എവിടേക്കോ ഒരു ലാക്ക് ചെയ്യുന്നത് പോലെ, എവിടേക്കോ ഒരു ഷോന് ഒരു പവറുണ്ട്, ഒരു അറിയാലോ, ഒരു ഗുഷുണ്ട്. ആ ഗുഷ് രീതി ഓഫ് ആങ്കറിങ് കാണാത്തതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബട്ട് ഓക്കെ, ദാറ്റ്സ് ആളുടെ ബെസ്റ്റ് ആൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സാധനം, 40 ആൾ അതിനെ ക്ലബ് ചെയ്ത് ഇത്ര ആൾക്കാരെ എടുക്കുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഗെയിം, ടാസ്ക്, കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് നല്ലതായിരുന്നു. പക്ഷേ അഗ്നി പരീക്ഷ എന്ന് പറയുമ്പം
ഞാൻ അമ്മാതിരി തരത്തിലുള്ള കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മണിച്ചിത്രത്താഴ് വാസ് ഓക്കെ, കാരണം 40 ആളിന് 20 ആൾക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. അവിടെ ഉണ്ടായിരുന്ന സ്റ്റണ്ട് ആ ഒരു സാധനങ്ങളൊക്കെ ഇറ്റ് വാസ് ഫൈൻ. പക്ഷെ അത് കഴിഞ്ഞ് സ്റ്റേജിലോട്ട് വന്നപ്പോൾ ഈ കപ്പ് വെക്കുക ഇതാക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ, അതിന് തൊട്ട് മുമ്പാണ് അവർ ഇൻഫിനിറ്റി ചെയിൻ കാണിക്കുന്നത്. ഇൻഫിനിറ്റി ചെയിൻ നേടാൻ പോകുന്നത് ഇന്ന ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഇൻഫിനിറ്റി ബെനിഫിറ്റ്സ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പം ഞാൻ അഗ്നിപരീക്ഷ വിത്ത് ഇൻഫിനിറ്റി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം അങ്ങനെ ഒരു സാധനം ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ആ തരത്തിലുള്ള ഗെയിമൊന്നും ഇന്നലെ കണ്ടതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അതാണ് അബൌട്ട് ദ ഗെയിം. പക്ഷേ ഷോന് ഒരുപാട് ഗെയിംസ് കണ്ടുപിടിച്ചല്ലേ പറ്റൂ, അതുകൊണ്ടായിരിക്കാം മേ ബി ഗെയിംസിനെ കുറിച്ച് എനിക്ക് അതാണ് പേഴ്സണലി പറയാനുള്ളത്. കണ്ടസ്റ്റൻ്റ് എല്ലാവരും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, ബോൾഡാണ്. ഫസ്റ്റ് ഡേ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാനും ഫസ്റ്റ് ഡേ തന്നെ ഇഷ്യൂസ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫുൾ ഗെയിം ശ്രദ്ധിച്ചറിയാം, ഒരു കോമണർ ഞാൻ കീ കിട്ടിയിട്ടേ പോകുമെന്ന് പറയുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കരച്ചിൽ വരുന്നു, പിന്നെ സ്റ്റേജിൽ വന്നിട്ട് ഒറ്റ അമ്മമാരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതേ പറഞ്ഞു ഒരു സ്പിരിറ്റുകളൊക്കെ എല്ലാ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഒരു കോമണർ എന്ന് പറഞ്ഞാൽ അയ്യോ ഒന്നും അറിയില്ല, അയ്യോ ഞാൻ പാവത്താന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. എല്ലാവരും സ്ട്രോങ് കട്ട് ആൻഡ് സ്ട്രെയിറ്റ് ഒപ്പീനിയൻസ് ഉള്ള രീതിയിലുള്ള കുറേ ആൾക്കാർ. എന്നാൽ പിന്നെ ചില കാറ്റഗറി ഓഫ് ആൾക്കാർ എനിക്ക് പേഴ്സണലി തോന്നിയാണ്, മേ ബി അത് അവരുടെ സ്റ്റൈലായിരിക്കാം, അവരുടെ രീതിയായിരിക്കാം. പക്ഷേ ആ സ്റ്റൈൽ രീതി കൊണ്ട് തന്നെ ഒരു തന്നെ അതിലൊരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള കുറേ കോമണേഴ്സിനെയും എനിക്ക് അതിനിടയിൽ കാണാൻ പറ്റി. ആൻഡ് റിയാസ്, രഞ്ജിനി, അഖിൽമാരാർ മൂന്നാളിലും എനിക്ക് ഓഫ് കോഴ്സ് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം രഞ്ജിനി അറിയാം, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് പെട്ടെന്ന് ആങ്കർ ആവുന്ന, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന, എഗെയിൻസ്റ്റ് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആളാണ് രഞ്ജിനി ഫ്രം ഓൾ ദ ഷോ. ആൻഡ് റിയാസിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ റിയാസ് ഓഫ് കോഴ്സ് ചൊറിയാൻ എക്സ്പേർട്ട് തന്നെയാണ്. അഖിൽമാരാരുടെ സൈഡാണെങ്കിൽ വേണ്ട സമയം വേണ്ട സ്ഥലത്ത് നോക്കി കുത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവർ മൂന്നാൾക്കാരും ഓഫ് കോഴ്സ് ദ സ്ട്രോങ് പേഴ്സൺസ് ആണ്. ആ അഗ്നിപരീക്ഷ സീറ്റിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ തന്നെയാണ്. ഇന്നലെ റിയാസും അഖിൽമാരാറും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചൊറിഞ്ഞൊരു സീൻ ഉണ്ടായിരുന്നു. നോട്ട് എ ബിഗ് ചൊറി ബട്ട് എ സ്മോൾ ചൊറി, ബട്ട് ഇറ്റ്സ് എ ചൊറി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ, അഖിൽമാരാറിൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു ചൊറി. ദറ്റ് വാസ് ഫൈൻ. എന്തായാലും ആ സാധനം നമ്മൾ എന്തായാലും ഇതിനിടയിൽ കാണാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അഗ്നിപരീക്ഷയൊക്കെ തുടങ്ങി, കണ്ടസ്റ്റൻ്റ് എല്ലാം വന്നു, ടാസ്കൊക്കെ കളിച്ചു. ഇനി അടുത്ത 20 പേര് വരുന്നുണ്ട്, അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഒരു പോക്ക്. ഞാൻ പറയട്ടെ, എൻ്റെ ഈ ഡെയിലി റിവ്യൂസ് ഡെയിലി ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. കാരണം അതിൽ എന്തെങ്കിലും പറയേണ്ട ക്യാച്ചി ആയിട്ടുള്ള സാധനങ്ങൾ തോന്നിയാൽ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യൂ. അതിൽ ബിഗ് ബോസ് ഗെയിം ഒന്ന് ഓൺ പവറിലോട്ട് എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് നോക്കാം, ഡേ ബൈ ഡേ ഗെയിം പോകുമ്പോൾ ഗെയിം എങ്ങനെയാവും, എങ്ങനെ പവർഫുൾ ആവും, എത്രത്തോളം മാറ്റങ്ങൾ വരുമുള്ള. എനിക്ക് പേഴ്സണലി ഇഷ്ടം ലാലേട്ടൻ വരിക, കുറച്ച് കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തന്നെ നമുക്കറിയാമല്ലോ ഇന്ന ആൾക്കാരിട്ടാൽ അവിടെ കുറേ ഇന്ന ബോംബുകൾ ഉണ്ടാവും എന്നറിയാം. അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, എങ്ങനെ സിങ്ക് ചെയ്ത് പോകും, എങ്ങനെ ഇഷ്യൂസ്, ആ ഒരു മൂഡ് വിത്ത് അതിൻ്റെ ഇടയിൽ കുറേ ടാസ്ക് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫൈൻ. പക്ഷേ ഇതൊരു വേറെയാണ്. ഓഫ് കോഴ്സ് 8 എത്തിയപ്പോൾ അവരെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ട്രൈ ചെയ്തെയാണ്. മേ ബി ദ ഫസ്റ്റ് ഡേ നോട്ട്, മേ ബി സെക്കൻഡ് ഡേ തേർഡ് ഡേ വരുമ്പോൾ ലൈക്ക് നമ്മൾ ആ ട്രാക്കിലോട്ട് കയറുമായിരിക്കും. പിന്നെ നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഫുൾ കോമണേഴ്സ് അല്ലേ, നമുക്ക് അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് കാണാനുള്ള ഒരു സാധനമൊക്കെ കിട്ടും. അപ്പം എന്തായാലും നോക്കാം. അപ്പോൾ ഇത്രയും ഫസ്റ്റ് എപ്പിസോഡിൽ പറയാനുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. സോ ലെറ്റ്സ് സീ. ബൈ ഗൈസ്.